തെയ്യവും കളിയാട്ടവും നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന മലയാളികളുടെ മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു കളിയാട്ട മഹോത്സവം. പത്മശ്രീ ഇ.പി. നാരായണ പെരുവണ്ണാന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും എത്തിയ കലാകാരന്മാർ പ്രവാസികൾക്ക് മുന്നിൽ നിറഞ്ഞാടി. അജ്മാനിൽ പ്രത്യേകം കെട്ടിയൊരുക്കിയ കാവിലായിരുന്നു ആഘോഷം. കളിയാട്ട മഹോത്സവം ആഘോഷ കമ്മിറ്റിയാണ് ഉത്തര മലബാറിലെ കലാരൂപം ആദ്യമായി പ്രവാസ ലോകത്ത് എത്തിച്ചത്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഉത്സവ പറമ്പിൽ പോകലും തെയ്യം കാണാൻ പോകും, അവിടെ ബലൂണും ആ ചന്തയും ഒക്കെ ഉള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ചാൽ കുട്ടികളൊക്കെ മിസ് ചെയ്യുന്നതാണ്, അറിയില്ല പുതിയ കുട്ടികൾക്ക്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഡ്രീം നടന്നൊരു ദിവസമാണിത്. കാലങ്ങളായി നാട്ടിലെ കളിയാട്ട മഹോത്സവങ്ങളിൽ പങ്കെടുക്കാനാകാത്ത പ്രവാസികൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം മനസ്സ് നിറയ്ക്കുന്നതായിരുന്നു. പുലർച്ചെ തുടങ്ങിയ ആഘോഷം അർദ്ധരാത്രി വരെ നീണ്ടു. നമ്മളെപ്പോഴും ഇയർലി മാക്കത്തിന്റെ തെയ്യമൊക്കെ കാണുന്നതാണ് ചാല അവിടെ പോയിട്ട്. അപ്പൊ ഈ വർഷം ഇവിടുന്ന് ഇങ്ങനെ കാണാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. മാക്കം, ഗുളികൻ, ശാസ്തപ്പൻ, വിഷ്ണുമൂർത്തി തുടങ്ങി വടക്കേ മലബാറിന്റെ ആരാധനാ പ്രപഞ്ചം വയൽത്തിറയായി ഒരുക്കി. കളിയാട്ടക്കാവ് കെട്ടിയൊരുക്കിയാണ് കടലിനക്കരയിലെ ആഘോഷം. സ്നേഹത്തിന്റെ പെരുങ്കളിയാട്ടമാണ് ഇത്. അജ്മാനിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വലിമുറ്റം, മാതൃഭൂമി ന്യൂസ്.